അങ്ങനെ നാഗർകോവിലിലെ പരിപാടിയെല്ലാം കഴിഞ്ഞു നേരെ തൂത്തുക്കുടിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. ഗൂഗിൾ അമ്മായി കാണിച്ച ഏതൊരു ഷോർട്ട് കട്ട് വഴിയിലൂടെയാണ് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇവിടുത്തെ മണ്ണിന്റെ പ്രത്യേകത കേട്ടോ, നല്ല ചുവന്ന കളറിലുള്ള മണ്ണാണ്. ഈ വഴിയിൽ ഒരുപാട് ഉപ്പുപാടങ്ങളുണ്ട്. അതൊന്ന് കാണാനായി ഞങ്ങളും വണ്ടി നിർത്തി. ഇവിടെ പാടങ്ങളിൽ മൊത്തം കടൽ വെള്ളം നിറച്ചു വെച്ചേക്കാണ്. ഈ വെള്ളമാണ് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് കല്ലുപ്പായി മാറുന്നത്. ഉപ്പായി മാറിക്കഴിഞ്ഞാൽ അതെല്ലാം എടുത്ത് കരയിൽ കൂട്ടിയിട്ട് വീണ്ടും വെള്ളം നിറയ്ക്കും. അങ്ങനെ കൂട്ടിയിട്ടേക്കുന്ന കല്ലുപ്പാണ് ഈ നീണ്ടു നിവർന്ന് കിടക്കുന്നത്. ഞാനും സന്തോഷേട്ടനും കൂടെ ഒരുപാട് നേരം അവിടെ നിന്ന് ഫോട്ടോസും വീഡിയോസും എല്ലാം എടുത്തു. ഞാൻ പരിചയപ്പെടുത്താൻ മറന്നു. ഈ സ്റ്റൈലായിട്ട് നടന്നു വന്ന ഉപ്പ് വരുന്ന ആളാണ് എന്റെ ബോസ് സന്തോഷേട്ടൻ. ഈ കൂട്ടിയിട്ടേക്കുന്ന ഉപ്പൊന്നും ഇങ്ങനെ ഉപയോഗിക്കാൻ പറ്റില്ല. ഇതിന് ഫിൽറ്ററിങ്ങും ബ്ലീച്ചിങ് ഒക്കെ കഴിഞ്ഞിട്ടാണ് നമുക്ക് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിൽ എത്തുന്നത്. എങ്കിലും ഒരുപാട് പേര് ഇവിടുന്ന് ഈ ഉപ്പ് കട്ടെടുത്തോണ്ട് പോകുന്നുണ്ട്. ഉപ്പ് വെക്കുന്ന കള്ളന്മാരൊക്കെ നേരും നിറയുള്ളവരാണ് കേട്ടോ. ഇത്രയും ഉപ്പ് വാരി എടുത്തിട്ട് അതിനുള്ള പൈസയും അവിടെ വെച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് ഫോട്ടോസ് ഒക്കെ എടുത്ത് ഞങ്ങൾക്ക് പോകേണ്ട കടയിലേക്ക് വിട്ടു. ഈ കടയുടെ മുമ്പിൽ തന്നെ ഒരു കഫ്തീരിയ ഉണ്ടായിരുന്നു. അവിടുന്ന് ഒരു ചായയും കുടിച്ചു. അങ്ങനെ ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഇങ്ങനെ ഒരു വെൻഡിങ് മെഷീൻ ശ്രദ്ധയിൽപ്പെട്ടത്. ഇതൊരു പേസ്ട്രി വെൻഡിങ് മെഷീൻ ആണ്. ഇങ്ങനെ ഒരു സാധനം ഞാൻ വേറെ എവിടെയും കണ്ടിട്ടില്ല. അങ്ങനെ അവിടുത്തെ പരിപാടിയെല്ലാം കഴിഞ്ഞ് ഞങ്ങൾ നേരെ മധുരയ്ക്ക് തന്നെ തിരിച്ചു. ചെന്നൈ ഗാർമെന്റ് ഫെയറിന് 2 ദിവസം കൂടെ ഉള്ളൂ. അപ്പോൾ ഒരു ദിവസം റെസ്റ്റ് എടുത്തിട്ട് അടുത്ത ദിവസം നേരെ ചെന്നൈയിലേക്ക് വിടണം. തമിഴ്നാട്ടിലെ തന്നെ ഏറ്റവും വലിയൊരു ഗാർമെന്റ് ഫെയർ ആണ് ചെന്നൈയിൽ നടക്കുന്നത്. അതിന്റെ വിശേഷങ്ങളൊക്കെ കാണാൻ താല്പര്യമുള്ളവർ ഫോളോ ചെയ്ത് കൂടെ കൂടിക്കോളൂ.